Hello my dear students, welcome to Learner's World. In this video, I talk about classroom activities part 4, Introducing Literature, Module 3, Literature and Ideology. Classroom activities based on the story The Adivasi Will Not Dance by Hansida Sovendra Shekhar. Read the passage. നമ്മൾ ദ ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനിയുള്ളത്. എ തിക്ക് ആൻഡ് ഗ്രീൻ വുഡഡ് ഫോറസ്റ്റ് ഡസ് നോട്ട് അപ്പിയർ ദ സെയിം ടു എ ബിസിനസ് മാൻ, എ കാർപ്പൻറ്റർ ആൻഡ് എ പോയറ്റ്. അതായത് നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് മാൻ ചിന്തിക്കുന്നതും ഒരു കാർപ്പൻറ്റർ ചിന്തിക്കുന്നതും പോയറ്റ് ചിന്തിക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണെന്നാണ് പറയുന്നത്. ദ ബിസിനസ് മാൻ ക്യാൻ ഓൺലി സീ ദ ഹ്യൂജ് ലോഗ്സ് ഓഫ് വുഡ് ദാറ്റ് ഹി ക്യാൻ സെൽ. ബിസിനസ് മാൻ ചിന്തിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ആ ഫോറസ്റ്റിലുള്ള മരങ്ങളൊക്കെ എടുത്തിട്ട് അയാൾക്ക് വിൽക്കാം എന്നുള്ള ചിന്തയാണ് അയാൾക്ക് വരുന്നത്. ദ കാർപ്പൻറ്റർ ഇൻവാരിയബിളി ഇമാജിൻസ് ചെയേഴ്സ്, ടേബിൾസ്, കോട്ട്സ് ആൻഡ് കബോർഡ്സ്. കാർപ്പൻറ്റർ എന്താണ് ചിന്തിക്കുക? ആ വുഡ്സ് ഉപയോഗിച്ചിട്ട് ചെയേഴ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും ടേബിൾസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് കാർപ്പൻറ്റർ ചിന്തിക്കുക. ഫോർ എ പോയറ്റ് ഇറ്റ് ഈസ് മ്യൂസ്. പോയറ്റിന് ഇങ്ങനെയുള്ള കാടുകൾ, അതായത് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പോയറ്റ് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് വേണ്ടിയിട്ട് ആ ഫോറസ്റ്റിനെ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാർപ്പൻറ്ററും ബിസിനസ് മാനും പോയറ്റൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഒരു വുഡഡ് ഫോറസ്റ്റിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഒരു പാസേജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ സാന്തൽസ് ആൻഡ് ദ മൈനിങ് കമ്പനി ഓണേഴ്സ് പെർസീവ് ദ ലാൻഡ് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ് ഇൻ ദ വില്ലേജ് ഓഫ് മാത്യുജോർ. അതായത് മാത്യുജോറിലുള്ള ഭൂമിയെയും അതിലെ ബാക്കിയുള്ള റിസോഴ്സിനെയൊക്കെ എങ്ങനെയാണ് സാന്തൽസും അതുപോലെ ഖനനം ചെയ്യുന്ന ഖനി ഉടമകളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, for the Sandals the land is a hallowed place. For them the land is their mother who gives them sustenance. But for the mining company the land is a place to be exploited. They want to mine the coal buried under the earth and quarry the stones found there. For them land is a commercial object to be exploited. അതായത് നമ്മൾ ഇവിടെ പാസേജിൽ കണ്ടു, അതായത് ഒരു തിക്ക് ഗ്രീൻ വുഡഡ് ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് മാൻ ചിന്തിക്കുന്നത് ഒരു രീതി, കാർപ്പൻറ്റർ ചിന്തിക്കുന്നത് വേറൊരു രീതി, പോയറ്റ് ചിന്തിക്കുന്നത് വേറൊരു രീതിയാണെന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സാന്തൽസ് എങ്ങനെയാണ് അവരുടെ ലാൻഡ്, അവരുടെ ഭൂമിയും അതുപോലെ അവരുടെ ബാക്കിയുള്ള ലാൻഡിലെ റിസോഴ്സസൊക്കെ സാന്തൽസ് എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ ഖനിയുടമകൾ, അതായത് ഇവരുടെ ലാൻഡ് കൈയടക്കിയിട്ട് വലിയ ബിസിനസ്മാനൊക്കെ അതിൽ നിന്ന് ഖനികൾ ഒക്കെ ഖനനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഈ ലാൻഡിന് കാണുന്നത് എന്നാണ് പറയുന്നത്. ഫോർ ദി സാന്തൽസ് ദ ലാൻഡ് ഈസ് എ ഹാലോഡ് പ്ലേസ്. അതായത് സാന്തൽസിന് ഈ ഭൂമി ഒരു പുണ്യസ്ഥലമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതായത് പോയറ്റിന്, നമ്മൾ ആ പാസേജിൽ പോയറ്റ് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ, നമ്മളുടെ സാന്തൽസ് അവരുടെ ലാൻഡ് ഒരു പുണ്യസ്ഥലമായാണ് കാണുന്നത്. അതുപോലെ for them the land is their mother who gives them sustenance. അതുപോലെ അവർക്ക് അവരുടെ ഭൂമി എന്ന് പറയുന്നത് അവരുടെ അമ്മയാണെന്നാണ് പറയുന്നത്. അവർ ഈ ഒരു ഭൂമിയെ അമ്മയായിട്ടാണ് കാണുന്നത്. അമ്മയാണ് അവരുടെ നിലനിൽപ്പിന് സഹായിക്കുന്നതൊക്കെ അമ്മയാണെന്നാണ് പറയുന്നത്. ബട്ട് ഫോർ ദ മൈനിങ് കമ്പനി ദ ലാൻഡ് ഈസ് എ പ്ലേസ് ടു ബി എക്സ്പ്ലോയിറ്റഡ്. പക്ഷേ മൈനിങ് കമ്പനിയുടെ ഒരു ഒപ്പീനിയൻ, അതായത് കൽക്കരി ഖനനം ചെയ്യുന്ന ആ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ലാൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് മാത്രമാണ് ഈ ലാൻഡ് എന്നാണ് പറയുന്നത്. ദേ വാണ്ട് ടു മൈൻ ദ കോൾ ബറീഡ് അണ്ടർ ദ എർത്ത് ആൻഡ് കോറി ദ സ്റ്റോൺസ് ഫൗണ്ട് ദർ.
അവർ അതിലുള്ള കൽക്കനെയൊക്കെ ഖനനം ചെയ്തെടുക്കുകയും അതുപോലെ കോറയിൽ നിന്ന് കല്ലുകൾ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് ആ ഒരു ലാൻഡിനോടുള്ളൂ എന്നാണ് പറയുന്നത്. ഫോർ ദം ലാൻഡ് ഈസ് എ കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റ് ടു ബി എക്സ്പ്ലോയിറ്റഡ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റ് മാത്രമാണ്, അവരുടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ആ ഒരു ഭൂമി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു പാസേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരു ബിസിനസ് മാന് ആ ഒരു ഗ്രീൻ വുഡർ ഫോറസ്റ്റ് എന്തായിരുന്നു, അതായത് ആ വുഡ്സൊക്കെ അയാൾക്ക് സെല് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. കാർപ്പൻറ്ററിന് ആ വുഡ്സ് ഉപയോഗിച്ചിട്ട് ചെയേഴ്സ് ടേബിൾസൊക്കെ നിർമ്മിക്കാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടും, പക്ഷേ പോയറ്റിന് ആ ഒരു കവിതകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് ഈ ഒരു വുഡഡ് ഫോറസ്റ്റിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് സാന്തൽസിന് അവരുടെ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഹോളി പ്ലേസ് ആണ്, അവരുടെ ഒരു പുണ്യസ്ഥലമാണ്. അവരതിനെ അമ്മയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ മൈനൻ കമ്പനിക്ക് അത് അവർക്ക് ബിസിനസ് കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. അതിൽ അവർ ആ ഒരു ലാൻഡിനെ കാണുന്നത്, ആ ഒരു ലാൻഡ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവരതിൽ നിന്ന് സ്റ്റോൺസ് ഒക്കെ എടുക്കുന്നുണ്ട്, കല്ലുകൾ എടുക്കുന്നുണ്ട്, അതുപോലെ കൽക്കരി ഖനനം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ പവർഫുൾ എക്സസൈസ് ദെയർ ഹെജ്മണി? ഹൗ ആർ ദ സാന്തൽസ് ഇൻ്റർപലേറ്റഡ്? എക്സ്പ്ലോസ് ദ സ്റ്റോറി. അതായത് എങ്ങനെയാണ് ഇതിലെ അധികാരികൾ, അതോറിറ്റീസ് എങ്ങനെയാണ് ഇതിൽ ഹെജ്മണി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ സാന്തൽസിൻ്റെ ഇടയിൽ മറ്റുള്ളവരെങ്ങനെയാണ് വന്ന് പെട്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് അത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ പവർഫുൾ എക്സസൈസ് their hegemony by false propaganda. The Santals are made to feel they and their culture, religion, art, language and lifestyle are inferior and they should change, taking examples from the powerful communities and people. By constant brainwashing, the Santals accept their inferiority and willingly try to copy the ways of the powerful communities. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് അധികാരികൾ ഹെജ്മണി യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ എങ്ങനെയാണ് സാന്തൽസിൻ്റെ ഇടയിൽ ഇവരൊക്കെ വന്ന് പെട്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പവർഫുൾ എക്സസൈസ് ദെയർ ഹെജ്മണി ബൈ ഫാൾസ് പ്രൊപ്പഗണ്ട. അതായത് ഒരു തെറ്റായിട്ടുള്ള ഫാൾസ് പ്രൊപ്പഗണ്ടയിൽ കൂടിയാണ് അധികാരവർഗം ഹെജ്മണി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ സാന്തൽസ് ആർ മെയ്ഡ് ടു ഫീൽ ദേ ആൻഡ് ദെയർ കൾച്ചർ, റിലീജിയൻ, ആർട്ട്, ലാംഗ്വേജ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആർ ഇൻഫീരിയർ ആൻഡ് ദേ ഷുഡ് മാൻ ചേഞ്ച്, ടേക്കിംഗ് എക്സാമ്പിൾസ് ഫ്രം ദ പവർഫുൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് പീപ്പിൾ. അതായത് സാന്തൽസ് അവരുടെ സംസ്കാരവും അതുപോലെ അവരുടെ റിലീജിയനും അവരുടെ ആർട്ടും അവരുടെ ലാംഗ്വേജും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മോശമാണെന്നും അവർ മറ്റ് സമൂഹങ്ങളെ അനുകരിച്ച് അവർ നന്നാക്കണമെന്നുള്ള തെറ്റായ പ്രചരണം ഈ ഒരു അതോറിറ്റീസ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഹെജ്മണി എന്താണെന്നുള്ളത് ഞാൻ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ടേംസൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത്. അതായത് നമ്മൾ ബോൺ ചെയ്ത അവിടെ ഉണ്ടാകുന്ന ചില കോൺസെപ്റ്റുകൾ, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് നമ്മളുടെ റൈറ്റ് അതാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹെജ്മണി എന്നൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാന്തൽസിൻ്റെ കൾച്ചറും റിലീജിയനും ആർട്ടും ലാംഗ്വേജും ഒക്കെ മോശമാണെന്ന് അവരെ ധരിപ്പിക്കും ഈ അതോറിറ്റീസ്. എന്നിട്ട് മറ്റുള്ളവരെ അനുകരിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ ഹെജ്മണി യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. By constant brainwashing, the Santals accept their inferiority and willingly try to copy the ways of powerful communities. അങ്ങനെ എന്ത് ചെയ്യും, സാന്തൽസിനെ അവർ ബ്രെയിൻ വാഷ് ചെയ്യും. അതായത് നിങ്ങളുടെ റിലീജിയനും നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ ലാംഗ്വേജൊക്കെ മോശമാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ ലാംഗ്വേജും കൾച്ചറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് പറയും. സാന്തൽസിന് തന്നെ തോന്നി തുടങ്ങും അവർ മോശക്കാരാണ്, അവരുടെ കൾച്ചർ മോശമാണ്, അവരുടെ ലാംഗ്വേജ് മോശമാണ് എന്നൊക്കെ അവർക്ക് തന്നെ തോന്നിയിട്ട് അവർ സൊസൈറ്റിയെ അനുകരിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അവർ സൊസൈറ്റിയെ ഇമിറ്റേറ്റ് ചെയ്യും.
അവർ സ്വയം അവർ മോശക്കാരാണെന്ന് ധരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ സൊസൈറ്റിയെ അനുകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് പവർ ഹെജിമണി യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള രീതിയിലാണെന്നാണ് പറയുന്നത്. A decade earlier, 4 Jolha families came and asked the Sandals give them shelter. അതായത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയും, അതായത് ഒരു ദശാബ്ദം മുമ്പ് 4 ജോൽഹ ഫാമിലീസ് വരുന്നുണ്ട്. സാന്തൽസിനോട് അവർ അഭയം ചോദിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയും. ദേ ലുക്ക് വെരി പുവർ. അവർ ഭയങ്കര പാവപ്പെട്ടവരായിട്ടാണ് സാന്തൽസിന് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ദേ ഓഫേർഡ് ദ സാന്തൽസ് ദെയർ സർവീസസ്. അവർ സാന്തൽസിനെ അവരുടെ സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് സാന്തൽസിന് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. They said they would look after the farms of the Sandals and farm them for a share of the produce. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, അതായത് സാന്തൽസിൻ്റെ ഫാമുകളൊക്കെ അവർ നോക്കിക്കൊള്ളാമെന്നും അതിൻ്റെ ഒരു അംശം മാത്രം അവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അംശം മാത്രം അവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് സാന്തൽസ് ട്രസ്റ്റഡ് ദം. അങ്ങനെ സാന്തൽസ് അവർ വിശ്വസിക്കുന്നുണ്ട്. ദേ ബിൽഡ് 4 huts in a corner of മാത്യേജോർ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ മാത്യേജോറിൽ ആ ജോൾഹകൾ മാത്യേജോറിൽ ഒരു മൂലയിൽ അവർ കുടിലുകൾ കെട്ടുന്നുണ്ട്. ഓക്കെ, നൗ ദർ ആർ മോർ ദാൻ 100 houses, നോട്ട് ഹട്ട്സ്. ഇപ്പോൾ അവിടെ 100 പേരം അവിടെ വീടുകളുണ്ട്. ഇപ്പോൾ ആ വീടുകൾ ഒരു ഹട്ടല്ല, ഒരു കുടിലല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നല്ല വലിയ വീടുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് സാന്തൽസ് സ്റ്റിൽ ലിവ് ഇൻ മഡ് ഹൗസസ്. പക്ഷേ സാന്തൽസ് ഇപ്പോഴും മഡ് ഹൗസസിലാണ് താമസിക്കുന്നത്. മഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ ചെളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളിലാണ് ഇപ്പോഴും സാന്തൽസ് താമസിക്കുന്നത്. The area where the Jolha families live is now called ജോൽഹത്തോല. അതായത് ആ ഒരു ജോൽഹ ഫാമിലീസ് താമസിക്കുന്ന ആ ഒരു ഏരിയനെ ഇപ്പോൾ വിളിക്കുന്ന പേര് ജോൽഹത്തോല എന്നുള്ളതാണ്. വൺസ് മാത്യേജോർ വാസ് എ സാന്തൽ വില്ലേജ്. ഒരു കാലത്ത് മാത്യേജോർ ഒരു സാന്തൽ വില്ലേജ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് നോ ഇറ്റ് ആസ് സാന്തൽത്തോല ആൻഡ് ജോൽഹത്തോല, ദ ലേറ്റർ ബീയിങ് ബിഗർ. അതായത് ഇപ്പോൾ അതറിയപ്പെടുന്നത് സാന്തൽത്തോലയും അതുപോലെ ജോൽഹത്തോലയും ഒക്കെ ആയിട്ടാണ് എന്നാണ് പറയുന്നത്. ദ സാന്തൽസ് വെർ എ ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി. അതായത് ആദ്യം സാന്തൽസ് ഒരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ആയിരുന്നു, നല്ല ഒരുമയുള്ള ആയിട്ടായിരുന്നു, ഒരു സമൂഹമായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് നൗ ദേ ആർ ഇൻ്റർപലേറ്റഡ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവർ ഒത്തൊരുമയിലൊന്നും ജീവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഇടയിൽ വേറെ ആളുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അവരിപ്പോൾ ഒരു ഏക സമൂഹമല്ല എന്നാണ് പറയുന്നത്. ദേ ആർ ഇൻ്റർപലേറ്റഡ്. അവരിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ജീവിക്കുന്നത്. അവരുടെ ഇടയിൽ സാന്തൽസിന് പുറമെ വേറെ ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് അധികാരികൾ ഹെജിമണി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ സന്താൽസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മറ്റുള്ളവർ വന്നു പെട്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് ഈ ജോൽഹ ഫാമിലീസ് ഇവരടുത്തേക്ക് വരുന്നുണ്ട്, എന്നിട്ട് അവരവിടെ കുടിൽ കെട്ടിയൊക്കെ താമസിക്കുന്നുണ്ട്. ലാസ്റ്റ് അവരുടെ ആ ഒരു പ്ലേസ് ജോൽഹത്തോല എന്നറിയപ്പെട്ടു. ആദ്യമൊക്കെ സന്താൽസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ആകെ ഇൻ്റർപലേറ്റഡ് ആയി. അതായത് അവരുടെ ഇടയിൽ ബാക്കിയുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ സാന്തൽസ് മാത്രമല്ല അവിടെ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ റീഡ് ദ പാസേജ്. പിന്നെയും നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഇനി അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റി ചെയ്യാനുള്ളത്. ഓക്കെ, for every benefit in job, in education, in whatever, the Diku are quick to call jargon their own. Let the Adivasi go to hell. But when it comes to displaying Charkhandi culture, the ones of singing and dancing is upon Adivasi alone. അതായത് ഡിക്കു എന്ന് പറയുന്നത് ഒരു ഹയർ പൊസിഷനിലുള്ള ഒരു കാസ്റ്റാണ് ഡിക്കു എന്ന് പറയുന്നത്. ഇവർ ഒരു ഹയർ ലെവലിലുള്ള ആളുകളാണ് ഡിക്കു. അപ്പോൾ ഇവർ ഈ ഒരു ജാർഖണ്ഡ് അവരേതാണെന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അവർക്ക് ജോബിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ അവർ ജാർഖണ്ഡ് അവരുടേതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ
അവർ ആ ഒരു ജാർഖണ്ഡിൻ്റെ കൾച്ചർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആദിവാസീസ് വേണമെന്നാണ് പറയുന്നത്. അതായത് ഈ ജാർഖണ്ഡിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് എഡ്യൂക്കേഷനും അതുപോലെ ജോബിനൊക്കെ വേണ്ടിയിട്ട് അവർ ജാർഖണ്ഡ് അവരുടേതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാർഖണ്ഡ് കൾച്ചർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അവർക്ക് ആര് വേണം? ആദിവാസീസ് വേണം എന്നാണ് പറയുന്നത്. ആദിവാസീസ് സിംഗ് ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ജാർഖണ്ഡിൻ്റെ കൾച്ചർ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് പാസേജ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ ഡസ് ദ റൈറ്റർ യൂസ് ഐറണി ഹിയർ? അതായത് ഈ ഒരു പാസേജിൽ ഐറണി യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. നമ്മുടെ റൈറ്റർ എവിടെയാണ് ഐറണി യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: The writer uses irony here by saying that the Diku who are not sandals call Jharkhand their own when it comes to job or education, keeping the sandals out. The Adivasi are used only sing and dance to display the Jharkhand culture. അതായത് ദ റൈറ്റർ യൂസസ് ഐറണി ഹിയർ ബൈ സെയിങ് ദാറ്റ് ദ ഡീക്കു. അതായത് ഇവിടെ റൈറ്റർ ഐറണി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിരോധാഭാസം യൂസ് ചെയ്യുന്നുണ്ട്. ഹു ആർ നോട്ട് സാന്തൽസ് call Jharkhand their own when it comes to job or education, keeping the sandals out. അതായത് ഡീക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം കമ്മ്യൂണിറ്റി, ഒരു വിഭാഗം ആളുകൾ, അവർ സാന്തൽസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ജോബിൻ്റെ ആവശ്യത്തിനും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനൊക്കെ അവർ പറയും ജാർഖണ്ഡ് അവരുടേതാണെന്ന് പറയും. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ ജാർഖണ്ഡ് അവരുടേതാണെന്ന് പറയും. The Adivasi are used only sing and dance to display the Jharkhand culture. പക്ഷേ അവർക്ക് ആ സമയത്ത് അവർ സാന്തൽസിനെ മാറ്റി നിർത്തുമെന്നാണ് പറയുന്നത്. അതായത് ജാർഖണ്ഡ് നിന്ന് കിട്ടുന്ന, അതായത് അവർക്ക് ജോബിൻ്റെ ആവശ്യത്തിന് എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിനൊക്കെ അവർ പറയും ജാർഖണ്ഡ് അവരുടേതാണെന്ന് പറയും. ആ സമയത്ത് സാന്തൽസിനെ അവർ പുറത്താക്കും. പക്ഷേ ജാർഖണ്ഡിൻ്റെ സംസ്കാരം ഡിസ്പ്ലേ ചെയ്യാൻ എന്താണ് അവർക്ക് ആദിവാസികളെ വേണം. അപ്പോൾ അവർ ആദിവാസികളെ കൊണ്ട് പാട്ട് പാടിക്കുകയും ഡാൻസ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഐറണി കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വിച്ച് പോയിൻ്റ് ഓഫ് വ്യൂ ഫോർഗ്രൗണ്ടഡ് ഇൻ ദ സ്റ്റോറി? അതായത് ഈ ഒരു സ്റ്റോറിയിൽ ഏത് പോയിൻ്റ് ഓഫ് വ്യൂക്കാണ് ഊന്നൽ നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: foreground means make something the most prominent or important feature. The point of view foregrounded in the story is that Adivasi are completely neglected and exploited in their own land. അതായത് ഈ ഒരു സ്റ്റോറിയിൽ എന്തിനാണ് ഊന്നൽ നൽകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർഗ്രൗണ്ട് മീൻസ് മേക്ക് സംതിങ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ. The point of view foregrounded in the story is that the Adivasi are completely neglected and exploited in their own land. അതായത് ഇവിടെ ആദിവാസികളെ പൂർണ്ണമായിട്ടും അവർ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ ഒരു ആദിവാസീസിനെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇത് ഈ ഒരു സ്റ്റോറിയിൽ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു സാന്തൽസിൻ്റെ ഒരു അവരുടെ ലാൻഡിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് സാന്തൽസിനെ ഇവിടെ അവരുടെ ആ ഒരു അധികാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സാന്തൽസിനെ മാറ്റി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഒരു സ്റ്റോറിയിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സാന്തൽസിനെ എങ്ങനെയാണ് മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഇതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഈ സാന്തൽസിൻ്റെ ലാൻഡിൽ, ഭൂമിയിൽ തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. Okay, then another question is, pick out the specific Sandal terms used to describe the powerful other and the world in which they operate. അതായത് സാന്തൽസിൻ്റെ പേര്, അതായത് ശക്തിയുള്ള മറ്റുള്ളവർ എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സാണ്, സാന്തൽ പ്രയോഗങ്ങളാണ് പറയുന്നത്. പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്.
ഓക്കെ, അതായത് അധികാരമുള്ളവർ എന്നുള്ളതൊക്കെ പവർഫുൾ ആയിട്ടുള്ളവർ എന്നുള്ളത് കാണിക്കാൻ ഉപയോഗിക്കുന്ന സാന്തൽ നെയിംസാണ് ഇവിടെ ചോദിക്കുന്നത്. ദ ടേംസ് ആർ ഡിക്കു, ജോൽഹ ആൻഡ് സഫാഹോർ. ഇവയൊക്കെയാണ് അധികാരത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ടേംസ്, സാന്തൽ ടേംസ്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.